നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഒരുക്കങ്ങൾ തുടങ്ങി ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രം ഉത്സവ ലഹരിയിൽ. ദേശോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് നാമെ കുറിച്ച് ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ വാഹനപൂജ നടന്നു. വിധിപ്രകാരമുള്ള പൂജ ചെയ്തതിന് ശേഷമാണ് ജീവിത എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്നത്. ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായ ചടങ്ങ് ക്ഷേത്രം രക്ഷാധികാരികളായ ഞാഴപ്പള്ളി ഇല്ലത്തെ മൂത്തതുമാർ നിർവഹിച്ചു. മുഹൂർത്തം നോക്കി വിധിപ്രകാരം ജീവിത പൂജ നടത്തിയതിനു ശേഷമാണ് ജീവിതത്തുന്നൽ ആരംഭിക്കുന്നത്. പൂജയ്ക്ക് ശേഷം 10 ദിവസത്തോളം എടുത്താണ് ജീവിതയുടെ പണികൾ പൂർത്തീകരിച്ച് ഭഗവതിയെ എഴുന്നള്ളിക്കാൻ പാകത്തിന് ഒരുക്കുന്നത്. ജീവിതയ്ക്ക് തണ്ടുകൂടാരം 2 ഭാഗങ്ങളാണ് അടിസ്ഥാനം. ഇതിനു മുകളിലായി കമുകിൻ്റെ വാരി ഉപയോഗിച്ച് ചട്ടം തയ്യാറാക്കുന്നു. പരുത്തിനാരുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനുശേഷം പട്ടുതുന്നി ചേർത്ത് അഷ്ടലക്ഷ്മി, ഗജലക്ഷ്മി മുതലായ 18 കണ്ണാടികൾ ചേർത്ത് കെട്ടുന്നു. ദളധാര, കുമിളകൾ, ചന്ദ്രക്കല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുന്നു. അതിനുശേഷം കൂടാരത്തിൻ്റെ പണികൾ തുടങ്ങും. അലക്കിയ വെളുത്ത ഉടയാടകൾ കൂടി വയ്ക്കുന്നതോടെ ജീവിതയുടെ പണികൾ അവസാന ഘട്ടത്തിൽ എത്തും. മീനമാസത്തിലെ മകയിരം നാളായ ഏപ്രിൽ 3-നാണ് കൊടിയേറ്റ്. 8 ദിവസത്തെ ഉത്സവത്തിന് ഓരോ ദിവസവും ഓരോ കരകളിലായി 8 കരകളിലാണ് ആറാട്ട് നടക്കുന്നത്. 8-ാം ദിവസത്തെ ആറാട്ടിന് പോകുന്ന വഴിയാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്രശ്രീവേലി നടക്കുന്നത്. ആലന്തുരുത്തിൽ കൊടിയേറുന്ന ദിവസമാണ് പടപ്പാട്, കാവുൽ, ഭഗവതി ക്ഷേത്രങ്ങളിലും കൊടിയേറുന്നത്. ഈ 3 ദേവിമാരും ആറാട്ടിന് പോകുമ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് ഉത്രശ്രീവേലിയും ശ്രീവല്ലഭനും സുദർശനമൂർത്തിയും ചേർന്ന് അഞ്ചീശ്വര സംഗമം നടക്കുന്നതും. ഏപ്രിൽ 10, 11 തീയതികളിലാണിത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.